ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീയും സച്ചിയും കൂടെ ഞങ്ങളെ ചതിക്കൂ. അമ്മ എന്തേ പറയുന്നേ? എനിക്കറിയണം. അനൂപിനെ നിങ്ങൾ ജാമ്യത്തിൽ ഇറക്കുവോ അതോ അവനെ കൊല്ലാൻ വേണ്ടി ആ ഗുണ്ടിക്ക് കൊണ്ട് കൊടുക്കുവോ? അവര് പറഞ്ഞതും വിശ്വസിച്ചോണ്ടിരുന്ന നിന്റെ ഭർത്താവിന്റെ കഥ ഇതോടെ തീരും. എന്താ പറഞ്ഞേ? മനസ്സിലായില്ലേ? കാര്യങ്ങൾ ഇപ്പൊ നീ വിചാരിക്കുന്നതിനേക്കാളും വഷളായിക്കൊണ്ടിരിക്കുക. സച്ചി ഒരിക്കലും അനൂപിനെ രക്ഷിക്കാൻ ഒരു ചെറുവിരല് പോലും അനക്കാൻ പോകുന്നില്ല. അങ്ങനെയല്ലല്ലോ അവര് പറഞ്ഞിട്ട് പോയത്. അവര് പറഞ്ഞത് നീ കേട്ടതൊക്കെ ശരിയായിരിക്കും. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോ വേറൊരു സംഭവം ഉണ്ടായി. അതോടെ സച്ചിയുടെ മനസ്സ് മാറി. എന്തോ സച്ചി അർച്ചനയൊന്നും അങ്ങനെ ചെയ്യില്ല. സ്വന്തം ഭാര്യയെ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ രക്ഷിക്കണോ അതോ നിന്റെ ഭർത്താവിനെ രക്ഷിക്കണോന്ന് സച്ചി സംശയിച്ചു പോയാ പിന്നെ എന്ത് ചെയ്യും? ആദ്യം അവൻ ആരെ രക്ഷിക്കും? അനൂപിനെ രക്ഷിക്കോ അതോ അർച്ചനെ രക്ഷിക്കോ? നീ എന്തൊക്കെയാ അവന്തിക ഈ പറയുന്നു? നിന്റെ ഭർത്താവിനെ കൊല്ലാൻ കൊണ്ടേന്ന് കൊടുക്കാന്ന് സച്ചി ആ ചെങ്കൽ മധുവിന് വാക്കുകൊടുത്തു. അല്ല, നിനക്ക് മനസ്സിലായില്ലെങ്കിൽ കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറയാം. വൃന്ദാവനത്തിൽ നിന്ന് വരുന്ന വഴിക്ക് അർച്ചനയും സച്ചിയും ആ ഗുണ്ടെ കണ്ടിരുന്നു, ചെങ്കൽ മധുവിന്. അനൂപിനെ എനിക്ക് വേണം. പിന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രശ്നത്തിന് ഞാൻ വരില്ല. ഞാൻ കൊണ്ടുവരാം. അനൂപേട്ടനെ ഞാൻ കൊണ്ടുവരാം. ഇപ്പോ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി നീ തന്നെ പറ. സച്ചി ചതിക്കും. അനൂപിനെ കൊലയ്ക്ക് കൊടുത്തിട്ടായാലും അവൻ അർച്ചനയുടെ ജീവൻ രക്ഷിക്കും. അതെനിക്ക് ഉറപ്പാ. ഏയ്, സച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല. ആ ഗുണ്ടയ്ക്ക് അങ്ങനെ വാക്ക് കൊടുത്തിട്ടാ സച്ചി അർച്ചനെ രക്ഷിച്ചത്. ഇതിനെല്ലാം കാരണം അവളുടെ വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞിന്റെ ജാതകദോഷം തന്നെ. നിന്റെ ഭർത്താവിനെ രക്ഷിക്കണമെങ്കിൽ നീ വേറെ വല്ല വഴിയും നോക്കിക്കോ. അല്ലാതെ സച്ചി അർച്ചനയും പറഞ്ഞത് കേട്ടിരുന്ന നിനക്ക് അവന്റെ ശവം മാത്രമേ കിട്ടൂ. അത്രയ്ക്ക് ക്രിമിനലുകളായ ഗുണ്ടകൾക്കാ അനൂപിനെ കൊണ്ട് കൊടുക്കാന്ന് സച്ചി വാക്കുകൊടുത്തിരിക്കുന്നെ. അനൂപിനെ രക്ഷിക്കാൻ എന്തേലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യണം. കരഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലൊരു ഗുണ്ട മുന്നിൽ വന്ന് നിന്ന് ഗർഭിണിയായ ഭാര്യയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ പാവ സച്ചി എന്ത് ചെയ്യും? സ്വന്തം സഹോദരന് വേണ്ടിയാണെങ്കിലും ആറ്റുനോറ്റ് വഴിപാട് നേർച്ചയും നടത്തി കിട്ടിയ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അർച്ചനയ്ക്ക് പറ്റുമോ? എന്തായാലും പാവ അനൂപിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. സച്ചി അർച്ചനയും കാരണം വിധവയാവാൻ പോകുന്നത് നീയാ. ഭർത്താവിനെ ജീവനോടെ വേണമെങ്കിൽ, നിന്റെ കുഞ്ഞിന് അച്ഛൻ വേണമെങ്കിൽ ഏതെങ്കിലും നല്ല വക്കീലിനെ വെച്ച് അനൂപിനെ ജാമ്യത്തിലെടുക്കാൻ നോക്ക്. മതി, ഇത്രയും മതി. എന്നെ കൊണ്ട് കഴിയാവുന്ന ഒരു ചെറിയ സഹായത്തിന് ഞാൻ തിരികൊളുത്തി. ബാക്കി മീര നോക്കിക്കോളും. അമ്മേ, അമ്മേ. ആ, എന്താ മോളെ? എന്തു വെച്ചേ? നീ എന്തിനാ കരയുന്നേ? എന്റെ ഭർത്താവിനെ ആ ഗുണ്ടകള് കൊല്ലാൻ പോകുമ്പോ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ചിരിക്കണോ? മീര, നീ എന്താ ഈ പറയുന്നത്? അനൂപിനെ ആരാ കൊല്ലാൻ നോക്കുന്നത്? ഈ വീട്ടിൽ കയറി വന്ന് അച്ഛനെ ഉപദ്രവിച്ചവര് തന്നെ. സ്വന്തം മോളും മരുമോനും കൂടി എന്റെ അനൂപേട്ടനെ ഒറ്റ കൊടുത്തു. നീ എന്ത് ഭ്രാന്തൊക്കെ ഈ പറയുന്നത് മീരെ? എടി, അനൂപിനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ അവരിവിടുന്ന് പോയത്? അതൊക്കെ ശരി തന്നെ. പക്ഷെ അവർ അനൂപേട്ടനെ രക്ഷിക്കാനൊന്നും പോകുന്നില്ല. സംഭവിച്ചത് എന്താ നമ്മയ്ക്ക് അറിയണോ? അനൂപിനെ എനിക്ക് വേണം.
പിന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രശ്നത്തിന് ഞാൻ വരില്ല. ഞാൻ കൊണ്ടുവരാം. അനുപേട്ടനെ ഞാൻ കൊണ്ടുവരാം. സച്ചേട്ടാ, ഇനി അമ്മ തന്നെ പറയാ, ഞാൻ എന്താ ചെയ്യണ്ടേ? നമുക്ക് നമുക്ക് എങ്ങനെയെങ്കിലും അനുപേട്ടനെ രക്ഷിക്കണം. സച്ചി അച്ചു അനുപേട്ടനെ രക്ഷിക്കാൻ പോകുന്നില്ല. അവരെന്റെ അനുപേട്ടനെ കൊല്ലും. മീരെ, നീ എന്തൊക്കെയാ പറയുന്നേ? സ്വന്തം മോന്റെ വെള്ള പുതപ്പിച്ച ശരീരം ഈ മുറ്റത്ത് കൊണ്ടുവന്ന് കിടത്തുന്നത് കാണണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇല്ലെങ്കിൽ എന്റെ കുഞ്ഞിന് അച്ഛനില്ലാതാവും. മീരെ, ഇതിനെല്ലാം കാരണം അർച്ചനയുടെ വയറ്റിലെ കുഞ്ഞിന്റെ ജാതകദോഷം തന്നെയാ. എന്താ ഞാൻ പറയുന്നത് അമ്മയ്ക്ക് വിശ്വാസമാവുന്നില്ലേ? മീരെ, വണ്ടി ഓടിക്കുമ്പോ ഇതുപോലെ പല ആക്സിഡന്റ് പറ്റുന്നതും ആളുകൾ മരിക്കുന്നതും ലോകത്തിൽ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. അതിന്റെ പേരിൽ എന്തിനാ ജനിച്ചിട്ട് പോലുമില്ലാത്തൊരു കുഞ്ഞിന്റെ ജാതകത്തെ പറ്റി കുറ്റം പറയുന്നത്? നിനക്കറിയാലോ എത്ര കാലമായിട്ടാ അവർ കഷ്ടപ്പെട്ട ട്രീറ്റ്മെന്റ് നടത്തുന്നത്. അമ്പലങ്ങൾ മുഴുവൻ നേർച്ച നടത്തി അങ്ങനെ കിട്ടിയൊരു കുഞ്ഞാത്. അതിനെ കുറിച്ച് ഇങ്ങനെ ഇല്ലാത്ത പറയല്ലേ മീര്. അച്ഛന് അനൂപിനോടുള്ള സ്നേഹം നിനക്ക് അറിയാത്താണോ മീരെ? അഹങ്കളയായിട്ടല്ല, അച്ഛനെ തുല്യായിട്ട് അച്ചു അനൂപിനെ കണ്ടിട്ടുള്ളത്. അവനെ കൊലയ്ക്ക് കൊടുക്കാൻ അച്ഛൻ കൂട്ടു നിൽക്കുമെന്ന് നിനക്ക് എങ്ങനെ പറയാൻ തോന്നി? അച്ചു സച്ചി അനൂപിനെ ജാമ്യത്തിലിറക്കി കൊണ്ടുവരും. സ്വന്തം മകളെയും ഭർത്താവിനെയും അമ്മയ്ക്ക് വിശ്വാസമായിരിക്കും. പക്ഷെ എനിക്കിപ്പോ ആ വിശ്വാസം ഇല്ല. മീരെ, നീ ദേ, ഒരു കാര്യം ഞാൻ പറയാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല മോളെ. എല്ലാവർക്കും വലുത് അവരവരുടെ കാര്യം തന്നെയാ. സച്ചി അർച്ചനയും ചതിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. അല്ലെങ്കിൽ പിന്നെ അനൂപേട്ടനെ ആ ഗുണ്ടയ്ക്ക് കൊണ്ട് കൊടുക്കുമെന്ന് സച്ചി വാക്ക് കൊടുക്കോ? ഏയ്, സംശയം ഉണ്ടെങ്കിൽ അമ്മയുടെ പുന്നാര മോളെ വിളിച്ച് ചോദിച്ചു നോക്ക്. എന്താ അമ്മ? നീയും സച്ചിയും കൂടെ ഞങ്ങളെ ചതിക്കൂ? അമ്മ എന്തേ പറയുന്നേ? എനിക്കറിയണം. അനൂപിനെ നിങ്ങൾ ജാമ്യത്തിൽ ഇറക്കുവോ അതോ അവനെ കൊല്ലാൻ വേണ്ടി ആ ഗുണ്ടിക്ക് കൊണ്ട് കൊടുക്കുവോ?